നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയില് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അബ്കാരി ആക്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ NDPS ആക്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കോഡ് പേയെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫോറിൻ ലിക്വർ റൂൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡിസ്റ്റിലറി റൂൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് അബ്കാരി ആക്ട് 1077 എന്ന് പറയുന്ന കാര്യവും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ റിയാക്ഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതികരണം അനുസരിച്ചിട്ടായിരിക്കും ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരികളും ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് അബ്കാരി ആക്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. എന്താണ് അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സിനിമകളിലും കാണുന്ന ഒരു കാര്യമാണ്, അവൻ വലിയ അബ്കാരിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് ഈ അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊന്നുമില്ല, മദ്യം അതുപോലെ തന്നെ ബാക്കി ലഹരി മരുന്നുകൾ. നമ്മുടെ ഈ പറയുന്ന നിയമത്തിലെല്ലാം പ്രതിപാദിക്കുന്ന, എക്സൈസിന്റെ എല്ലാ നിയമത്തിലും പറയുന്നത് മദ്യത്തിനെയും ലഹരി മരുന്നുകളെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയൊക്കെ നിർമ്മാണം, അതുപോലെ തന്നെ അതിന്റെ വിൽപ്പന, അതിന്റെ ഉപഭോഗം, ഈ മദ്യവും മയക്കുമരുന്നുകളും കൊണ്ടുള്ള ഗതാഗതം, അതിന്റെയൊക്കെ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെയൊക്കെ സൂക്ഷിക്കൽ, അത് എത്രത്തോളം നമുക്ക് കൈവശം വയ്ക്കാനായി കഴിയും, എത്രത്തിൽ അല്ലെങ്കിൽ എത്ര അളവിൽ കൂടുതൽ കൈവശം വച്ചാൽ അത് കേസാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടിന് അത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് മദ്യവും ലഹരി മരുന്നുകളുടെയൊക്കെ നിർമ്മാണം, അതുപോലെ തന്നെ ഗതാഗതം, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം, അതിന്റെ ഉപഭോഗം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്രമായിട്ടൊരു നിയമമാണെന്ന് പറയുന്നത് അബ്കാരി ആക്ട് 1077 എന്ന് പറയും. ഓക്കെ അല്ലേ? ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്കിനി നേരെ എന്ത് ചെയ്യാം, കണ്ടന്റിലേക്ക് കിടക്കാം. അബ്കാരി ആക്ട് പാസാക്കിയ വർഷം ഏതാണെന്നാണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത്. എന്താണ് അബ്കാരി ആക്ട് പാസാക്കിയ വർഷം ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 1902 ഓഗസ്റ്റ് 5-നാണ്. എപ്പോഴാണ്? 1902 ഓഗസ്റ്റ് 5-നാണ് എന്ത് ചെയ്യുന്നത്, അബ്കാരി ആക്ട് പാസാക്കിയത്. 1905 ഓഗസ്റ്റ് 5-നാണ് അല്ലെ, 1902 ഓഗസ്റ്റ് 5-നാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അബ്കാരി ആക്ട് 1077 എന്നാണ് അതിന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്താണ് ഈ പറയുന്ന 1077 എന്നറിയാമോ? ഈ 1902 ഓഗസ്റ്റ് 5-ന് കൊല്ലവർഷത്തിലേക്ക് മാറുമ്പോഴത്തേക്കും അത് എത്രയാണ്? 1077 കർക്കിടകം 31 എന്ത് ചെയ്യുന്നത്, ഇതിനെ കൊച്ചി മഹാരാജാവാണ് ഈ നിയമം പാസ്സാക്കുന്നത്. എങ്ങനെയാണ്? 1902 ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത് കൊല്ലവർഷം നോക്കുമ്പോഴത്തേക്കും 1077 കർക്കിടകം 31. അപ്പൊ കൊച്ചി മഹാരാജാവാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. അപ്പോ ഈ കൊല്ലവർഷത്തിന്റെ കണക്കാണെന്ത്, ഈ 1077 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് കൊല്ലവർഷത്തിന്റെ കണക്കാണ്. ആക്ച്വലി ഇതെന്താണ് 1902 തന്നെയാണ്, പക്ഷെ അത് കൊല്ലവർഷത്തിലേക്ക് മാറുമ്പോഴത്തേക്കും 1077 ആയിട്ട് മാറും. 1077 കർക്കിടകം 31 എന്ത് ചെയ്യും, ഈ പറയുന്ന അബ്കാരി ആക്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയുന്ന അബ്കാരി ആക്ട് 1077 എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, നിലവിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ് ബാച്ച് നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ 300 രൂപ കൊടുത്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സും അതിന്റെ നോട്ട്സും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഈ പറയുന്ന ബാച്ചിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മുതൽ എന്ത് ചെയ്യാം, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ബാച്ചിലേക്ക് ഇപ്പൊ മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടാണ്. നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക, 9961116927. സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ്. ആ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരിക. ഓക്കെ, ആ സമയത്ത് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. എക്സൈസ് ഓഫീസർ എഴുതുന്ന പരീക്ഷ എഴുതുന്ന എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. കൊല്ലവർഷം 1077 പാസ്സാക്കിയതിനാലാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമത്തിന് അബ്കാരി ആക്ട് 1077 എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ നിയമം 1967 ആക്ട് 10 പ്രകാരം
കേരളം മുഴുവൻ ബാധകമാണ്. അപ്പോ ഈ നിയമം കേരളത്തിൽ എല്ലായിടത്തും ബാധകമാണോ? ആണ്. അപ്പൊ ഏത് നിയമം അനുസരിച്ചിട്ടാണ്? 1967 ആക്ട് 10 പ്രകാരം എന്താണ്? ഈ പറയുന്ന അബ്കാരി ആക്ട് കേരളം മുഴുവൻ ബാധകമാണ്. എന്നാൽ ഈ പറയുന്ന അബ്കാരി ആക്ട് 1977 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ എപ്പോഴാണത്? 1967 ജൂലൈ 29 കേട്ടോ. അപ്പോ നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച 1967 ജൂലൈ 29 എന്താണ്? നമ്മുടെ അബ്കാരി ആക്ട് കേരളം മുഴുവൻ ബാധകമാണ് അല്ലെ. അതിന്റെ ആക്ട് 10 അനുസരിച്ചിട്ടാണ് കേരളം മുഴുവൻ നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ട് ബാധകമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല, കുറച്ച് വർഷങ്ങളോട് നമുക്ക് നോക്കാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എന്താണ് നമ്മുടെ അബ്കാരി ആക്ട് 1077? എന്താണ് ഈ പറയുന്നത് 1077? കൊല്ലവർഷം 1077, കർക്കിടകം 31 ഇത് പാസ്സാക്കുന്നത്. ആരാണ്? കൊച്ചി മഹാരാജാവാണ് നിയമം പാസ്സാക്കുന്നത്. ഈ കൊല്ലവർഷം 1077 എന്ന് പറഞ്ഞാൽ എന്താണ്? 1902 ഓഗസ്റ്റ് 5 അല്ലെ. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനെ 1077 അല്ലെങ്കിൽ അബ്കാരി ആക്ട് 1077 എന്ന് പറയാനുള്ള റീസൺ അതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ നിയമം നമ്മുടെ കേരളത്തിൽ ബാധകമാണോ? കേരളത്തിൽ ബാധകമാണ്. എന്തനുസരിച്ചിട്ടാണ്? 1967. എന്താണ് 67 പ്രത്യേകത? എന്താണ്? അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതാണ് എപ്പോഴ്? 1967 ജൂലൈ 29 അല്ലെ. അപ്പൊ ഈ പറയുന്ന 67 ആക്ട് 10 അനുസരിച്ച് എന്താണ്? നമ്മുടെ അബ്കാരി ആക്ട് കേരളം മുഴുവൻ ബാധകമാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന അബ്കാരി ആക്ടിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും കയറ്റുമതി, ഇറക്കുമതി, വിപണനം, അതുപോലെ തന്നെ നിർമ്മാണം, വ്യാപാരം, ഗതാഗതം, കൈവശം വയ്ക്കൽ എന്നിവയെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളെ പറയുന്ന പേരാണ് 1077 അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അബ്കാരി ആക്ട് 1077 എന്ന് പറഞ്ഞാല്? മദ്യത്തിന്റെയൊക്കെ നിർമ്മാണം, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ കയറ്റുമതി, ഇറക്കുമതി, വിപണനം, നിർമ്മാണം, വ്യാപാരം, കൈവശം വയ്ക്കൽ എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കേരള സംസ്ഥാനത്തിനുള്ളിൽ സമഗ്രമായി നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളെ പറയുന്ന പേരാണെന്ത്? അബ്കാരി ആക്ട് 1077. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് അബ്കാരി ആക്ടിലെ സെക്ഷൻസ് എത്രയുണ്ട് എന്നുള്ള കാര്യമാണ്. അബ്കാരി ആക്ടിൽ നമുക്ക് 72 സെക്ഷൻസ് ആണ് നമ്മുടെ അബ്കാരി ആക്ടിൽ നിലവിലുള്ള. എത്ര സെക്ഷൻസ് ആണ്? 72 സെക്ഷൻസ് ആണ് നിലവിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അബ്കാരി ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 72 സെക്ഷൻസ് നമുക്ക് അബ്കാരി ആക്ടിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ ഈ പറയുന്ന അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അബ്കാരി ആക്ടിനെ ഞാൻ AC എന്ന് കൊടുക്കുകയാണ്. അബ്കാരി ആക്ട് എന്റെ ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തേക്കാണ്. അബ്കാരി ആക്ട് ഓഫ് 1077 അല്ലെ. അബ്കാരി ആക്ട് 1077 ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈ പറയുന്ന അബ്കാരി ആക്ട് 1077 തിരുവിതാംകൂറിൽ, എവിടെയാണ്? തിരുവിതാംകൂറിൽ. ഓക്കെ, തിരുവിതാംകൂറിൽ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് എപ്പോഴാണെന്ന് അറിയാമോ? 1898. ഓക്കെ, 1898 എന്ത് ചെയ്യുന്നത്? അബ്കാരി ആക്ട് തിരുവിതാംകൂറിൽ നിലവിൽ വരുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1898. അത് തിരുവിതാംകൂറിൽ മാത്രമല്ല നിലവിൽ വരുന്നത്, നമ്മുടെ കൊച്ചി മഹാരാജാവ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവിതാംകൂറിൽ 1898 വരുന്നത്. ഇതിനെ കൊച്ചി മഹാരാജാവ് പാസാക്കിയ വർഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ്? 1902 അല്ലെ. 1902 ഏത് മാസവും തീയതിയാണ്? ഓഗസ്റ്റ് 5 അല്ലെ. ഓഗസ്റ്റ് 5. അപ്പൊ കൊച്ചി മഹാരാജാവ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 1902 ഓഗസ്റ്റ് 5 എന്ത് ചെയ്യുന്നു? കൊച്ചിയിൽ ഈ പറയുന്ന അബ്കാരി നിയമം പാസ്സാക്കുന്നത് എപ്പോഴാണ്? 1902 ഓഗസ്റ്റ് 5 ഈ 1902 ആണ് എന്തെന്ന് പറയുന്നത് 1077 അതിനെ നമ്മുടെ ഈ പറയുന്ന കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോൾ 1077 മാറ്റുന്നത്. പക്ഷെ ഇതിനു മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂറിൽ ഈ നിയമം ഉണ്ടായിരുന്നു. അതെപ്പോഴാണ്? 1898 എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നിയമം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു. എന്നാല് നമ്മുടെ പഴയ മലബാർ ഭാഗത്തുണ്ടല്ലോ, മലബാർ, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. പഴയ മലബാർ ഭാഗത്ത്, അപ്പൊ ഈ പറയുന്ന പഴയ മലബാർ ഭാഗങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന അബ്കാരി നിയമം വന്ന വർഷം ഏതാണെന്ന് അറിയാമോ? അത് 1886. ഏത് വർഷമാണ്? 1886 ഈ പറയുന്ന പഴയ മലബാർ ഭാഗങ്ങളിൽ അബ്കാരി നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1902 ഓഗസ്റ്റ് 5 എന്ത് ചെയ്യുന്നു? കൊച്ചിയിൽ, നമ്മുടെ കൊച്ചിയിലാണ് അല്ലെ, കൊച്ചിയിൽ അബ്കാരി നിയമം പാസ്സാക്കുന്നു. ഈ 1902 ഓഗസ്റ്റ് 5 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്കും 1077 ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് തിരുവിതാംകൂറിൽ എപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇതിനൊക്കെ മുന്നേ എന്ന് പറയുമ്പോൾ 1898 അല്ലെ. 1898 എന്ത് ചെയ്തു? നമ്മുടെ തിരുവിതാംകൂറിൽ വന്നിട്ടുണ്ടായിരുന്നു.
മലബാറിൽ ഇത് അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? 1886 എന്ത് ചെയ്യുന്നു, ഇത് മലബാറിൽ അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 1900, അത് നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പറഞ്ഞൊരു കേസ് തന്നെയാണ്. 1967 മെയ് 11 അല്ലെ, 1967 മെയ് 11 എന്ത് ചെയ്യുന്നു, ഇത് ഈ നിയമങ്ങളെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കേരളത്തിൽ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു അല്ലെ. 1967 മെയ് 11 ഈ പറയുന്ന നമുക്കറിയാം പല നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ കൂടി ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുന്നു, 1967 മെയ് 11 എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന നിയമം കേരള സംസ്ഥാനത്തിൽ മൊത്തത്തിലായിട്ട് നിലവിൽ വരുന്ന എപ്പോഴാണ്? ഈ പറയുന്ന 1967 മെയ് 11 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബ്കാരി ആക്ട് എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടും 12 തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. പക്ഷെ 12-ൽ കൂടുതൽ തവണ ചെറിയ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഭേദഗതി നടന്നത് 2023-ലാണ്. 2023-ലാണ് ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി നടക്കുന്നത് 2023-ലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഏതൊക്കെ വർഷങ്ങളിലാണ് ഈ പറയുന്ന അബ്കാരി ആക്ട് ഭേദഗതി ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ ചിലപ്പം ചോദിച്ചാൽ ഒന്നാമത്തെ ഭേദഗതി നടക്കുന്ന 1968-ലാണ്. എപ്പോഴാണ്? 1968 ഒരു ഭേദഗതി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1969 മറ്റൊരു ഭേദഗതി നടക്കുന്നുണ്ട്. അതിനുശേഷം 1973 ഭേദഗതി നടക്കുന്നുണ്ട്. 75 മറ്റൊരു ഭേദഗതി നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വന്നിട്ട് 75 ശേഷം വന്നിട്ട് 84-ലാണ്. 1984 ഒരു ഭേദഗതി നടക്കുന്നുണ്ട്. അതിനുശേഷം 1995 ഒരു ഭേദഗതി നടക്കുന്നുണ്ട്. പിന്നെ 96, അതിനുശേഷം 97 നടക്കുന്നുണ്ട്. പിന്നെ 2000-ലോട്ടാണ്. 2002 ഒരു ഭേദഗതി നടക്കുന്നുണ്ട്. അതിനുശേഷം 2003 മറ്റൊരു ഭേദഗതി നടക്കുന്നുണ്ട്. പിന്നെ 2010 ഒരു ഭേദഗതി നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വന്നിട്ട് 2023-ലാണ് അവസാന ഭേദഗതി നടക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ഒരു 12 തവണ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഭേദഗതികൾ നടക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 2023 ഭേദഗതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യത ഉള്ള ഒരു പോയിന്റ് ആണ് ആ പറയുന്ന 2023 കേസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇനി കുറച്ച് ഒരു 2-3 പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്ലാസ് ആണ്, അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്ന കേസുകളാണ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് മദ്യം, നമുക്കറിയാം മദ്യത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന മദ്യമൊക്കെ എത്രത്തോളം, അല്ലെങ്കിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്ന അളവുകൾ എത്രയാണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന അബ്കാരി ആക്ടിന്റെ മദ്യങ്ങൾ കൈവശം വയ്ക്കുന്ന മേഖല. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങളും അത് എത്രത്തോളം കൈവശം വയ്ക്കാനുള്ളതായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാനുള്ളത് കള്ളിന്റെ കേസാണ്. ഓക്കെ, കള്ള് നമുക്ക് എത്രത്തോളം കൈവശം വയ്ക്കാം? കള്ള് നമുക്ക് എത്രത്തോളം കൈവശം വയ്ക്കാം? ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ കൈവശം വയ്ക്കാനായി കഴിയും. എത്രയാണ്? 1.5 ലിറ്റർ കള്ള് നമുക്ക് കൈവശം വയ്ക്കാനായി കഴിയും. അങ്ങനെയാണെന്ന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയുന്നത് IMFL എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താണ് IMFL എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയും. അപ്പോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ്, പക്ഷെ അത് ഇന്ത്യൻ നിർമ്മിതമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ അത് എത്രത്തോളം കൈവശം വെക്കാന്ന് അറിയാമോ? അത് നമുക്ക് 3 ലിറ്റർ വരെ നമുക്ക് കൈവശം വെക്കാനായി കഴിയും. ഇപ്പൊ കള്ളാണെങ്കിൽ 1.5 ലിറ്റർ, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെന്നുണ്ടെങ്കിൽ 3 ലിറ്റർ കൈവശം വെക്കാം. എന്നാൽ ബിയർ ആണെന്നുണ്ടെങ്കിൽ ബിയർ അറിയാമല്ലോ, ബിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കൈവശം വെക്കാനായി കഴിയും? ബിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3.5 ലിറ്റർ വരെ എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് കൈവശം വെക്കാനായി കഴിയും. എത്രത്തോളം? 3.5 ലിറ്റർ വരെ കൈവശം വെക്കാനായി കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈൻ എത്രത്തോളം കൈവശം വയ്ക്കാം? ഈ ബിയറിന്റെ അതേ അളവ് തന്നെയാണ് വൈനും കൈവശം വയ്ക്കാൻ കഴിയുക. 3.5 ലിറ്റർ വൈന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൈവശം വയ്ക്കാനായി കഴിയും. എന്നാല് നമ്മളിപ്പോ പറഞ്ഞു ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിൽ 3 ലിറ്റർ ആണല്ലേ. എന്നാൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിലോ, നമ്മൾ പറയില്ല ഫോറിൻ മദ്യം എന്നൊക്കെ പറയത്തില്ലേ, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? FMFL എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ കൈവശം വയ്ക്കാം? 2.5 ലിറ്ററെ കൈവശം വയ്ക്കാനായി പാടുള്ളൂ. എത്രയാണ്? 2.5 ലിറ്റർ മാത്രമേ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ നമുക്ക് കൈവശം വയ്ക്കാനായി പാടുള്ളൂ. എന്നാൽ കൊക്കോ ബ്രാൻഡി ആണെന്നുണ്ടെങ്കിലോ, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കൊക്കോ ബ്രാൻഡി ആണെന്നുണ്ടെങ്കിലോ, ഓക്കെ, ഞാനത് കൊക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കൊക്കോ ബ്രാൻഡിയാണ് സംഭവം. കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ നമുക്ക് എത്രത്തോളം കൈവശം വെക്കാൻ അറിയാമോ? 1 ലിറ്റർ മാത്രമേ കൊക്കോ ബ്രാൻഡി നമുക്ക് കൈവശം വെക്കാനായി കഴിയത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കള്ളാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ കൈവശം വെക്കാം.
ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെന്നുണ്ടെങ്കിൽ 3 ലിറ്റർ കൈവശം വെക്കാം. ബിയർ ആണെന്നുണ്ടെങ്കിൽ 3.5 ലിറ്റർ കൈവശം വെക്കാം. വൈൻ ആണെന്നുണ്ടെങ്കിൽ 3.5 ലിറ്റർ കൈവശം വെക്കാം. ഫോറിൻ മെയ്ഡ് എന്ന് വെച്ചാൽ വിദേശ മദ്യമാണെന്നുണ്ടെങ്കിൽ വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ കൈവശം വെക്കാൻ പാടുള്ളൂ. കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ നമുക്ക് 1 ലിറ്റർ മാത്രമേ കൈവശം വെക്കാനായിട്ട് പാടുള്ളൂ. ഇതിൽ കൂടുതൽ ഒരു പ്രസ്തുത വ്യക്തി കൈവശം വച്ചിരുന്നാൽ അതെന്താണ്, അബ്കാരി ആക്ട് പ്രകാരം കേസ് എടുക്കാനായിട്ട് കഴിയുന്ന കാര്യമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ക്ലാസ്സുകൾ ഓൾറെഡി അതിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, അതിന്റെയൊക്കെ മോഡൽ എക്സാംസും അതിന്റെ നോട്ട്സും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാച്ചാണ്. 300 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, എത്രയും വേഗം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ തിരിച്ചെടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.